ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2 ബർത്ത്ഡേ വിഷസ് പറയാനുണ്ട്. അപ്പോൾ ബുധനാഴ്ചയുടെ അന്ന്, അതായത് ജൂലൈ 8-ന് വിഷ്ണുപ്രിയയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വേദശ്രീ എന്നാണ് മോളുടെ പേര്. ബർത്ത്ഡേ കഴിഞ്ഞേക്കാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കമന്റ് ഞാൻ കണ്ടത്. അപ്പോൾ 3 വയസ്സ് ആഘോഷിച്ച വേദശ്രീ മോൾക്ക് വേണ്ടിയിട്ട് വിഷസ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേരുകയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടും കൂടി ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് അയക്കുന്ന കമന്റ്സിലൂടെ മാത്രം പരിചയമുള്ള ഒരാളാണ് മീര. അപ്പൊ മീരയുടെ മകന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു കേട്ടോ, ജൂലൈ 9-നായിരുന്നു. മോന്റെ ബർത്ത്ഡേക്ക് ഒന്ന് വിഷ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോന്റെ പേര് കാർത്തിക് ശ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർത്തിക് ശ്യാം മോന് വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടെയും ഐശ്വര്യങ്ങളോടെയും ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ 2 മക്കൾക്കും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് വരട്ടെ 2 പേരും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വിശ്വാസം അറിയിക്കട്ടോ. ഈ 2 ആൾക്കാരും നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കുറേ നാളുകളായിട്ട് എനിക്ക് നല്ല നല്ല കമന്റ്സ് അറിയിക്കുന്ന 2 വ്യക്തികളാണ് കേട്ടോ. ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ കമന്റിലൂടെ പങ്കുവയ്ക്കുന്ന 2 വ്യക്തികളാണ്. 2 പേരുടെ കുടുംബത്തിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളും കൂടി വിശ്വാസം അറിയിച്ചേക്കണേ, മറക്കരുത്. പിന്നെ ഇന്നാണെങ്കിൽ സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഗ്രോസറി ഒക്കെ എടുക്കാനായിട്ട് പോകണം. ആമിക്കാണെങ്കിൽ ഇന്ന് സ്കൂളും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കിച്ചണിലെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴേക്കാണ് നമ്മൾ ഗ്രോസറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് രാവിലെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മാസം തോറും ആണ് സാധനങ്ങൾ എടുക്കുന്നത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഇങ്ങനെയാണ് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം ഇത്തവണ ഞാൻ എടുത്തിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഗ്രോസറീസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഒരു മാസത്തിൽ ചെലവ് ചുരുക്കിയിട്ട് ഗ്രോസറീസ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള മണി മാനേജ്മെന്റ് ടിപ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 3-4 വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നീട് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് മീഷോ ആപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മീഷോയിലെ പ്രോഡക്റ്റും കൂടി ടാഗ് ചെയ്ത് അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലെ സാധനങ്ങളാണല്ലോ ടാഗ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ അഫിലിയേറ്റ് ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും കാണിക്കും. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എനിക്കിവിടെ കൂടുതൽ സാധനങ്ങളും മീഷോയിൽ നിന്നാണ് കറക്റ്റായിട്ട് കൊണ്ടുതരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മീഷോയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. പിന്നെ കമ്പാരിറ്റീവ്ലി ഫ്ലിപ്കാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റും കുറച്ച് റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അല്ലാതെ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. പിന്നെ ഇപ്പോൾ ഈ മാസം നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു സാമ്പാർ പൗഡറിൻ്റെ ഇത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് യൂസ് ചെയ്തിട്ട് പറയാമേ. നല്ല ബ്രാൻഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പാസ്തയാണ്. പാസ്ത ഞാൻ ആദ്യം നൂഡിൽസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ന്യൂട്ടൺ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സ്പിരുലിന എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കടൽ പായലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അതിനകത്ത് സ്പിരുലിനയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും എന്താണത് സംഭവം എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിലുള്ള ഒരു പാസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പീ, അതായത് നമ്മുടെ ശംഖുപുഷ്പം ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറിലുള്ള, ഇതെല്ലാം ഓർഗാനിക് പ്രോഡക്ട്സുകളാണ് കേട്ടോ. അപ്പം അതിൻ്റെയും കൂടെ ഒരു പാസ്ത എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആമിക്ക് നൂഡിൽസും പാസ്തയൊന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല, വല്ലപ്പോഴും ആണ് മേടിക്കുന്നത്. ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം എടുത്ത് വെക്കാറുണ്ട്.
എടുക്കാറുണ്ട്. പിന്നെ ഇത് കണ്ട, ഇതാണെങ്കിൽ ബദാം മിൽക്കാണ്. പാല് നല്ലോണം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇതിലൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് കലക്കി കൊടുത്താൽ മതി. കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കുടിക്കാം കേട്ടോ. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏലക്കയും കൂടെ ഇട്ടിട്ടുള്ളൊരു ഫ്ലേവറാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവിടെ ചെന്നൈയിൽ എവിടെ പോയാലും ബദാം മിൽക്ക് നല്ല ഫേമസ് ആണ്. പിന്നെ ഈ ഒരു പാസ്ത സീസണിങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ പാസ്ത ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൽ ഈ ഒരു സീസണിങ്ങും കൂടെ അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ഞാൻ എപ്പോഴും കിസാൻ്റെ ബ്രാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ സോയാ സോസ് കിസാൻ ബ്രാൻഡിൻ്റെത് ഇല്ലായിരുന്നു കേട്ടോ അവിടെ, അപ്പോൾ അതുകൊണ്ട് വേറെ ബ്രാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റും ഹോർലിക്സ് ഒന്നും അങ്ങനെ ആമയ്ക്ക് കൊടുക്കാനേ പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയ്യാണ്ടാവും. എന്നാലും ഞാൻ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പൂ കെട്ടുന്നതിനുള്ള നൂല്, പിന്നെ മഞ്ഞൾ എടുത്തേക്കുന്നത് പൂജാ റൂമിൽ വെക്കാനാണ്. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഈ ഒരു തിരിയാണ് കേട്ടോ വിളക്കിലിടുന്നത്. ചില തിരികൾ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിന്തിരി കത്തും, പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല. നല്ലതായിട്ട് കുറേ നേരം നിന്ന് കത്തും. അരമണിക്കൂറൊക്കെ ഇരുന്നാലും വേറെ കരിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. പിന്നെ ഇതിനിടെ തന്നെ പീതാംബരി പൗഡറാണ് കാണിച്ചത്. അത് വെസൽസൊക്കെ, പൂജാ വെസൽസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബഞ്ചരാസിൻ അലോവേറ ക്രീമാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഒരു ബേബി ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഹിമാലയയുടെ ബ്രാൻഡിൻ്റെതാണ്. പിന്നെ ഞാൻ പണ്ടാണെങ്കിൽ വൈറ്റ് ടോണിൻ്റെ ഈ ഒരു ക്രീം യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ വൈറ്റ് ടോൺ ആണ് എൻ്റെ സ്കിന്നിന് സെറ്റ് ആവുന്നത്. അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഹിമാലയസിൻ്റെ ഈ വൈപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും വൈപ്സ് ബാഗിനകത്ത് ഇട്ടേക്കും കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ. പിന്നെ ഞാനിങ്ങനെ ഗ്രോസറി എടുക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണ ഒരു ഫേഷ്യൽ മാസ്ക് എടുക്കാറുണ്ട്. ഇത് ഗ്രേപ്പിൻ്റെ ഫ്ലേവറിൽ വരുന്ന, ഗ്രേപ്പ് ആൻഡ് സാൻഡൽവുഡിൻ്റെ ഫ്ലേവറിൽ വരുന്ന വീക്ക് കെയറിൻ്റെതാണ് കേട്ടോ. അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽവുഡിൻ്റെ ഒരു ഫേസ് സ്ക്രബ്, അതായത് ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ സാഫ്രോൺ ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നെയിൽ പോളിഷ് മേടിച്ചു. പിന്നെ ബ്രൗൺ ഷുഗർ, പിന്നെ കോഫി പൗഡർ, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് എടുത്തേക്കുന്നത് ഹിമാലയയുടെ ഒരു ആയുർവേദ ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ അതും ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതൊക്കെ ഇനി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ പറയാമേ. പിന്നെ സെപ്റ്റോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പൂക്കൾ ഇപ്പോൾ മേടിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അങ്ങനെ സെപ്റ്റോയിൽ നിന്ന് തന്നെ പൂക്കൾ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. പൂക്കൾ മേടിച്ചതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മുടെ പൂജാ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ VIP റൈസാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൈസാണ് നമുക്ക് ചോറ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇത് പൊന്നി റൈസാണ്. ഇതൊരു 5 കിലോയുടെ പാക്കറ്റാണ്. ഞാനാണെങ്കിൽ എപ്പോഴും ഈ സാധനങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കും. പ്രത്യേകിച്ച് സാധനങ്ങൾ തീർന്നു പോകുന്നതിനനുസരിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഗ്രോസറി എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. മാത്രമല്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേക്കുള്ളൂ നമ്മൾ എടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വേറെ ബ്രാൻഡിലുള്ളതും കൂടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇടയിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആച്ചിയുടെ കുഴമ്പും മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഫ്ലിപ്കാർട്ടിൽ അത് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഞാൻ ആച്ചിയുടെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കും. ഗ്രീൻ പീസ് അതൊക്കെ മേടിച്ച് വെച്ചേക്കും. മാവ് ഐറ്റംസിലാണെങ്കിൽ പുട്ടുപൊടി, അരിപ്പൊടി, ഇടിയപ്പം പൊടി, പിന്നെ ഗോതമ്പ്, ആശീർവാദിൻ്റെ ആട്ടയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചേക്കും. പിന്നെ എന്തൊക്കെ എടുക്കാൻ വിട്ടുപോയാലും ഞാൻ കല്ലുപ്പ് എല്ലാ മാസവും ഗ്രോസറി എടുക്കുമ്പോൾ എടുത്ത് വെക്കാറുണ്ട്. കാരണം എനിക്ക് പൂജാ റൂമിൽ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്ലുപ്പ് എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ യൂസ് ചെയ്യുന്നത് സാധാരണ വെള്ള പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അതും ഞാൻ എല്ലാ മാസവും എടുക്കാറുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ഓരോ മാസവും ശമ്പളം വരുന്നത് മാത്രം അറിയാം, പിന്നെ എങ്ങോട്ടേക്കാണ് ഇതൊക്കെ ചിലവായി പോകുന്നത് അറിയുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ വരുമാനം കുറവായതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഈ പൈസ കയ്യിൽ നിൽക്കാത്തത്. ചെറിയ ചെറിയ അനാവശ്യ ചിലവുകളാണ് നമ്മുടെ ബഡ്ജറ്റിനെ പലപ്പോഴും തകർക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ എങ്ങനെയോ തികയാതെ വരുന്നതാണെന്നാണ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പല സാധനങ്ങളും അൺവാണ്ടഡ് ആയിട്ടുള്ളത് കണ്ട് ഭംഗി പുറമോടി കണ്ടിട്ട് നമ്മൾ എടുക്കാറുണ്ടല്ലേ. അപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ വളരെ ചിലവ് നിയന്ത്രിച്ച് തന്നെയാണ് മുന്നോട്ട്
പോകുന്നത്. കാരണം അത് നമുക്ക് മാസത്തിന്റെ അവസാനം ആകുമ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് അറിയുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു ഹസ്ബൻഡിന്റെ മാത്രം ഇൻകം അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഇൻകം ഉള്ളവരാണെങ്കിൽ പോലും ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ തോന്നുന്നത് അല്ലേ. അപ്പം ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ബഡ്ജറ്റുകൾ എപ്പോഴും തയ്യാറാക്കി വെച്ചേക്കാട്ടോ. അതിപ്പോൾ നമ്മുടെ ഭക്ഷണ ചെലവുകളായിരിക്കും, അതായത് ഗ്രോസറി എടുക്കുന്നത്, വീട്ടു ചെലവ്, വൈദ്യുതി, യാത്ര, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് എത്രയാവും എന്നുള്ളത് എഴുതി മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ ചിലവാക്കില്ല എന്നുള്ളത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പുറത്തുനിന്ന് കാര്യത്തേക്ക് കടം മേടിച്ചൊക്കെ ചെയ്യാനായിട്ടൊക്കെ തോന്നുമല്ലേ. അപ്പം നമ്മുടെ വരുമാനം എത്രയാണോ അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. പിന്നെ പലപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ പ്രോഡക്റ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫറുകളൊക്കെ കണ്ട് വീണ് പോകാറുണ്ടല്ലേ. അപ്പം നമ്മളുടെ അടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം മേടിക്കാനായിട്ട് ശ്രമിക്കരുത്. കുറച്ചൊന്ന് സമയം എടുത്ത് സാവധാനം നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് മാത്രം മേടിക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീൽ പ്രിപ്പ്, മീൽ പ്ലാനിങ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ കുക്കിംഗ് ചെയ്ത് പച്ചക്കറികളും വീട്ടു സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കുന്നേക്കാളും നല്ലതാണ് നമുക്കൊരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആമിക്കും കൂടി കഴിക്കാൻ കംഫർട്ടായിട്ടുള്ള എല്ലാവരും കഴിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ എടുക്കാറുള്ളത്. മേടിച്ച് ഇങ്ങനെ ഇല്ലാതാക്കി കളയാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ കറണ്ട് യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടുക. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ ബില്ല് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളമൊക്കെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് പൈസ ലാഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നമ്മുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എന്ത് സാധനം മേടിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്കിത് ആവശ്യമുള്ള സാധനമാണോ അതോ അനാവശ്യ ചെലവിന് വേണ്ടിയാണോ മേടിക്കുന്നത്, അല്ലെങ്കിൽ പുറം ഭംഗി കണ്ടിട്ടാണോ മേടിക്കുന്നതൊക്കെ നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ മാത്രം പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡെയിലി ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കാനും അല്ലെങ്കിൽ എന്നും ഇങ്ങനെ സ്പെഷ്യൽ മേടിച്ച് കഴിക്കാനൊന്നും ശ്രമിക്കാതെ വീട്ടിൽ തന്നെ മാക്സിമം കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഒരു വീട്ടു വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ചെലവുകൾ, വരവ്, ഇതെല്ലാം നമ്മൾ ഒരു മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ ഒക്കെ രേഖപ്പെടുത്തി വെച്ചേക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് മന്ത് ഒന്ന് അനലൈസ് ചെയ്യുക എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയതെന്നുള്ളത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് സാലറി കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ സേവിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചേക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ചാൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരു എമൗണ്ട്, കൊച്ചു എമൗണ്ട് ആയാലും മതി, നമ്മളത് മാറ്റി വെച്ചേക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയത് മേടിക്കാവൂ. അല്ലാതെ ആദ്യമേ തന്നെ എല്ലാ സാധനങ്ങളും കൂടി മേടിച്ച് കൂട്ടിയിട്ടിട്ട് ആവശ്യമില്ലാതെ എല്ലാം ഇല്ലാതാക്കി കളയാതിരിക്കുക. അതൊക്കെ ഒരുപാട് പൈസ അനാവശ്യമായിട്ട് ചെലവ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് കാര്യമാണ്, എല്ലാ മാസവും ഒരു നോ സ്പെൻഡ് ഡേ വെക്കുക. അതായത് നമുക്ക് അത്യാവശ്യമുള്ളതല്ലാതെ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്നത്തെ ദിവസം മേടിക്കില്ല എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക കേട്ടോ. അത് മന്ത്ലി ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നല്ലൊരു തുക ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. പണം ലാഭിക്കുന്നത് വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് മടി കൂടാതെ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉറപ്പായിട്ടും കമന്റിൽ അറിയിക്കണേ, മറക്കരുത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഗ്രോസറീസ് ഒക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ആമിക്ക് ഇതുപോലെ ഒന്ന് മെഹന്തി ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഈ ഒരു നെയിൽ പോളിഷ് ഇടുന്ന കണ്ടിട്ടാണ് അവൾക്കും അത് ഇടണമെന്ന് പറഞ്ഞത്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ പൂജാ റൂം ഉണ്ടല്ലോ, അതിന്റെ താഴത്തെ ഷെൽഫ് ഞാൻ ഇതുവരെയും ക്ലീൻ ചെയ്തില്ല കേട്ടോ. ഏകദേശം ഒരു 3-4 മാസമായി. അപ്പം അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഡീപ് ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷമാണ് വിളക്കൊക്കെ വെച്ചിട്ടുള്ളത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാറ്റർഡേസിലാണല്ലോ ഇപ്പോൾ കൂടുതലും പുറത്ത് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം വിളക്ക് വെച്ച് ഒരു 6:30-ക്കാണ് കേട്ടോ ഞാൻ വിളക്ക് വയ്ക്കും. ചിലപ്പോൾ 6 മണിക്ക് വയ്ക്കും. 6 മണിക്ക് വെച്ചാൽ 6:30 വരെ വിളക്ക് വെച്ചേക്കും. ഇല്ലെങ്കിൽ 6:30-ക്ക് വെച്ചാൽ 7 മണി വരെ വിളക്ക് വയ്ക്കും. അരമണിക്കൂർ വിളക്ക് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പുറത്ത് പോകാനായിട്ട്.
വിളക്ക് കെടുത്തിയതിന് ശേഷം വേണം എനിക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ തലയിലാണെങ്കിൽ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്. ഡാൻഡ്രഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരുന്നപ്പോഴേ എനിക്കുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ബോട്ടോക്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയും ഡാൻഡ്രഫിന്റെ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ബോട്ടോക്സ് ചെയ്ത സമയത്ത് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് 6 മാസത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് താരന്റെ ശല്യം തുടങ്ങിയത് കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ വെച്ചോണ്ടിരിക്കേണ്ട, നല്ലൊരു സ്കിൻ ഡോക്ടറിനെ കാണിക്കാമെന്നിട്ട് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് പോകുന്നത്. സർമോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിൻ ക്ലിനിക് ഉണ്ട് ഇവിടെ അണ്ണാനഗറിലാണ്. അവിടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇതുവരെയും ഞാൻ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാനൊരു വ്ളോഗിൽ ഹെയർ പാക്ക്, ഹോം മെയ്ഡ് ഹെയർ പാക്ക് ചെയ്യുന്നത്, ഉലുവ ചേർത്തിട്ടുള്ളൊരു പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു താരൻ പോകുമെന്നുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഇത്രയും താരനൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല, പോകത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഈ ഉലുവയൊന്നും എൻ്റെ തലയിൽ സെറ്റ് ആവത്തില്ല. കാരണം എനിക്ക് പെട്ടെന്ന് കോൾഡ് വരുന്ന ഒരു ബോഡി ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാറില്ല കേട്ടോ. ഹസ്ബൻഡിന് അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഹസ്ബൻഡിന് എൻ്റെ അത്ര താരനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ താരനൊക്കെ ആണെങ്കിൽ ഉലുവ പാക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാം. പക്ഷെ ഇത് ഒരുപാട് അധികമായി പോയത് കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ സർമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കിൻ കെയർ ക്ലിനിക്കിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷാമ്പു തന്നിട്ടുണ്ട്. അത് വീക്ക്ലി 3 days യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഷാമ്പു അല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ചുണ്ടിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയൊരു വൈറ്റ് പാച്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഈ ഡാൻഡ്രഫ് കാരണം ഉണ്ടായൊരു അലർജി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണിക്കാനാണ് പോയത്. അപ്പോഴാണ് കണ്ടുപിടിച്ചത് ഡാൻഡ്രഫ് ആണ് വില്ലനെന്ന്. അങ്ങനെ അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു ക്രീമും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആമിക്കും ഫേസിൽ വൈറ്റ് പാച്ചസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. വൈറ്റമിൻ ബി ആണ് കുറവ്. അപ്പോൾ ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ക്രീമും അതുപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും, 1 മാസം കഴിയുമ്പോഴേക്കും റിസൾട്ട് അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഹസ്ബൻഡിനാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഫേസിലും ബോഡിയിലൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്തത് ഞങ്ങൾക്ക് പകർന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഹസ്ബൻഡിന് ജനിച്ചപ്പോൾ മുതലേ ഉള്ള വൈറ്റ് പാച്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സീസൺ അനുസരിച്ച് ഇങ്ങനെ പുറത്ത് ബൾജ് ചെയ്ത് കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമ്മർ ടൈമിൽ നല്ലതായിട്ട് അറിയാൻ പറ്റും, അല്ലാത്ത വിന്റർ സമയമാകുമ്പോഴേക്കും അതിങ്ങനെ ഡള്ളായിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടും പോകാനുള്ളൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ട്, ടാബ്ലറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2 നേരം കുളിക്കുക, പിന്നെ ഇട്ട തുണി തന്നെ വീണ്ടും ഇടാതിരിക്കുക, കോട്ടൺ ഡ്രസ്സ്, ലൂസ് ഡ്രസ്സ് ഇടുക, അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡിന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഡാൻഡ്രഫിന്റെ പ്രശ്നം കൊണ്ടാണ്, ആമിക്കാണെങ്കിൽ വൈറ്റമിന്റെ കുറവ്. അപ്പം അങ്ങനെ ഒരേ കാര്യം തന്നെ 3 പേർക്കും 3 തരത്തിലാണ് കേട്ടോ വന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നാൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാറാണുള്ളത്. ഞാനും ഹസ്ബൻഡും അതെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ഹോം റെമഡീസ് ഒന്നും എല്ലാ കാര്യങ്ങളിലും വർക്ക് ആയിന്ന് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് വരുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ വടപ്പളനിയിലുള്ള തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡിന്നറും കഴിച്ചിട്ടാണ് വന്നത്. ആമിക്കും ഹസ്ബൻഡിനും മുട്ടയപ്പമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുട്ടയപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ഹസ്ബൻഡ് ഒരു പൊറോട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പൊറോട്ട ഇഷ്ടമല്ല കേട്ടോ. ഞാനൊരു പൊറോട്ട ലവറേ അല്ല, എനിക്ക് തീരെ പറ്റാത്തൊരു ആഹാരമാണ് പൊറോട്ട. ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പുട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പുട്ടിൽ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പുട്ട് കഴിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വീട്ടിലും കൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നിയായിരുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. അപ്പം നല്ല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നല്ല ഫുഡാണ്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ നമ്മളിവിടെ തന്നെയാണ് കയറുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ തിരികെ വീട്ടിൽ പോകുന്ന വഴിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഈ ഒരു മഴ വന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയ്തൊരു മഴയാണ്. അപ്പം നമുക്ക് ഈ മഴ സമയത്ത് നൈറ്റ് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു 8-9 മണി ഈ ഒരു ടൈമിലൊക്കെയാണ് ഇവിടെ നൈറ്റ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് കേട്ടോ. അപ്പം വഴിയോര കച്ചവടങ്ങളും ഒക്കെ നല്ല സജീവമാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകാനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ. നമ്മളിങ്ങനെ വീക്കെൻഡിലാണ് കൂടുതലും പുറത്തോട്ടൊക്കെ പോകുന്നത്.
പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഫൈൻഡിങ് ഡോറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ ഞങ്ങളൊരു മൂവി കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫൈൻഡിങ് നെമോ എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ വരുന്ന ഡോറി എന്ന് പറഞ്ഞിട്ടൊരു മീനിൻ്റെ ക്യാരക്ടറാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പോൾ ആ നെമോ ഫിലിമിൽ തന്നെ നമ്മൾ ഈ ഒരു ഡോറിയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നും കേട്ടോ. നല്ലൊരു ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു ഫിലിം. അപ്പോൾ ഈ ഒരു സിനിമ എന്തായാലും മക്കളെ കാണിക്കണേ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, ഹാഫ് പോർഷനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് മൺഡേ വീണ്ടും കാണാം. ഉച്ചയ്ക്ക് 12:30 നമ്മുടെ വീഡിയോസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.